പേഴ്സണൽ ഫൈനാൻസുമായി ബന്ധപ്പെട്ട കൂടുതൽ അപ്ഡേറ്റുകൾക്കായി moneymalayalam.com വെബ്സൈറ്റ് സന്ദർശിക്കുക, ടെലിഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യുക, ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഫോളോ ചെയ്യുക. ആമസോൺ പോലുള്ള ഇ-കൊമേഴ്സ് പ്ലാറ്റ്ഫോമുകളിൽ ഡെയിലി വരുന്ന ഓഫേഴ്സിനെ പറ്റി അറിയുവാൻ എന്റെ ഓഫർ ടെലിഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യുക. ഇത്തരം ഓഫറുകൾ ഉപയോഗിച്ച് പർച്ചേസ് ചെയ്യുന്ന നേരത്തെ നമുക്ക് നല്ലൊരു എമൗണ്ട് തന്നെ സേവ് ചെയ്യാനായി സാധിക്കും. ലിങ്ക് ഇൻ ബിലോ. ക്രെഡിറ്റ് കാർഡ് ഉപയോഗിക്കുന്ന പലരും ക്രെഡിറ്റ് ലിമിറ്റ് പൂർണ്ണമായിട്ട് ഉപയോഗിക്കാറുണ്ട്. അതായത് ക്രെഡിറ്റ് ലിമിറ്റ് 0 ആക്കി മാറ്റാറുണ്ട്. പല കാരണങ്ങൾ കൊണ്ടാണ് ഇങ്ങനെ ക്രെഡിറ്റ് ലിമിറ്റ് പൂർണ്ണമായിട്ട് ഉപയോഗിക്കുന്നത്. ചിലരുടെ ക്രെഡിറ്റ് ലിമിറ്റ് കുറവായതിനാലാകാം. പിന്നെ ചിലർ വിചാരിക്കുന്നത് ക്രെഡിറ്റ് ലിമിറ്റ് ഇങ്ങനെ പൂർണ്ണമായിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ബാങ്കുകൾ നമ്മുടെ ക്രെഡിറ്റ് ലിമിറ്റ് ഉയർത്തി തരുമെന്നാണ്. ഇങ്ങനെ നമ്മളുടെ ക്രെഡിറ്റ് കാർഡിൻ്റെ ലിമിറ്റ് നമ്മൾ പൂർണ്ണമായിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുന്നത്? പിന്നെ നമ്മളുടെ ക്രെഡിറ്റ് റിപ്പോർട്ട് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിൽ ക്രെഡിറ്റ് യൂട്ടിലൈസേഷൻ റേഷ്യോ എന്ന് പറഞ്ഞൊരു ഫാക്ടർ കാണുവാനായി സാധിക്കും. നമ്മുടെ ക്രെഡിറ്റ് സ്കോറിൽ ഹൈ ഇമ്പാക്റ്റ് ആണ് ഈ ഒരു ക്രെഡിറ്റ് യൂട്ടിലൈസേഷൻ റേഷ്യോനുള്ളത്. ഈ ഒരു ക്രെഡിറ്റ് യൂട്ടിലൈസേഷൻ റേഷ്യോ ഉയർന്നു കഴിഞ്ഞാൽ നമ്മുടെ ക്രെഡിറ്റ് സ്കോർ കുറയും. നമ്മളുടെ ടോട്ടൽ അവൈലബിൾ ക്രെഡിറ്റ് ലിമിറ്റിൽ നിന്നും കുറച്ച് എമൗണ്ട് ഉപയോഗിച്ചാൽ പോലും പലപ്പോഴും നമ്മുടെ ഈ ഒരു ക്രെഡിറ്റ് യൂട്ടിലൈസേഷൻ റേഷ്യോ ഉയർന്നിരുന്ന് നമ്മുടെ ക്രെഡിറ്റ് സ്കോർ കുറയുന്നതായിട്ട് നമുക്ക് കാണുവാനായി സാധിക്കും. പലപ്പോഴും ഇങ്ങനെ സംഭവിക്കുന്നതിനുള്ള കാരണം നമ്മുടെ ശരിയായിട്ടുള്ള ക്രെഡിറ്റ് ലിമിറ്റ് ആയിരിക്കില്ല ക്രെഡിറ്റ് ബ്യൂറോകളിൽ അപ്ഡേറ്റ് ആകുന്നത്. നമ്മളുടെ ക്രെഡിറ്റ് ലിമിറ്റിൽ നമ്മൾ മാക്സിമം ഉപയോഗിക്കുന്ന എമൗണ്ട് എത്രയാണോ അതായിരിക്കും ക്രെഡിറ്റ് ബ്യൂറോകളിൽ അപ്ഡേറ്റ് ആവുന്നത്. ഈ ഒരു ഇഷ്യൂ പേഴ്സണലി ഞാനും ഫേസ് ചെയ്തിരുന്നു. എനിക്കൊരു ഉയർന്ന ക്രെഡിറ്റ് ലിമിറ്റ് ഉണ്ടായിരുന്നിട്ട് കൂടി എൻ്റെ ക്രെഡിറ്റ് യൂട്ടിലൈസേഷൻ റേഷ്യോ ഹൈ ആയിട്ട് കാണിക്കുകയും എൻ്റെ ക്രെഡിറ്റ് സ്കോറിനെ അത് ബാഡായിട്ട് ഇമ്പാക്ട് ചെയ്യുകയും ചെയ്തു. ഈ ഒരു പ്രോബ്ലം ഞാനിപ്പോൾ ഫിക്സ് ചെയ്തു. അപ്പോൾ നമ്മുടെ ക്രെഡിറ്റ് കാർഡിൻ്റെ ലിമിറ്റ് പൂർണ്ണമായിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും, അതുപോലെ തന്നെ നമ്മുടെ ക്രെഡിറ്റ് യൂട്ടിലൈസേഷൻ റേഷ്യോ എങ്ങനെ നമുക്ക് ശരിയായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാം, ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കവർ ചെയ്യുന്നത്. ഈ ഒരു വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് നൽകുക. അപ്പോൾ എല്ലാവരെയും മണി മലയാളത്തിനെ പറ്റി ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ആദ്യം നമുക്ക് നമ്മുടെ ക്രെഡിറ്റ് ലിമിറ്റ് പൂർണ്ണമായിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുമെന്ന് നോക്കാം. നമ്മുടെ ക്രെഡിറ്റ് സ്കോറിനെ ഇത് ബാഡായിട്ട് എഫക്റ്റ് ചെയ്യും. നമ്മുടെ ക്രെഡിറ്റ് സ്കോർ നന്നായിട്ട് കുറയും. നമ്മുടെ ക്രെഡിറ്റ് റിപ്പോർട്ട് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിൽ പല ഫാക്ടേഴ്സ് കാണുവാനായി സാധിക്കും. ആ ഒരു ക്രെഡിറ്റ് റിപ്പോർട്ടിൽ കാണുന്ന ഫാക്ടേഴ്സിനെ ഡിപ്പെൻഡ് ചെയ്താണ് നമ്മുടെ ക്രെഡിറ്റ് സ്കോർ വരുന്നത്. ക്രെഡിറ്റ് സ്കോർ നിർണ്ണയിക്കുന്ന ഫാക്ടേഴ്സിനെ പറ്റി ഇതിന് മുമ്പ് നമ്മൾ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ആ ഒരു വീഡിയോയുടെ ലിങ്ക് ഞാൻ ഈ ഒരു വീഡിയോക്ക് താഴെ നൽകുന്നുണ്ട്. അതിൽപ്പെട്ട ഒന്നാണ് ക്രെഡിറ്റ് യൂട്ടിലൈസേഷൻ റേഷ്യോ. നമ്മുടെ ക്രെഡിറ്റ് സ്കോറിൽ ഹൈ ഇമ്പാക്റ്റ് ആണ് ഈ ഒരു ക്രെഡിറ്റ് യൂട്ടിലൈസേഷൻ റേഷ്യോക്ക് ഉള്ളത്. നമ്മുടെ ഈ ഒരു ക്രെഡിറ്റ് യൂട്ടിലൈസേഷൻ റേഷ്യോ ഉയർന്നു കഴിഞ്ഞാൽ നമ്മുടെ ക്രെഡിറ്റ് സ്കോർ കുറയും. ഇനി എന്താണ് ക്രെഡിറ്റ് യൂട്ടിലൈസേഷൻ റേഷ്യോ? നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ടോട്ടൽ ക്രെഡിറ്റ് ലിമിറ്റിൽ നമ്മൾ എത്ര രൂപ ഉപയോഗിച്ചു എന്നതാണ് ഈ ഒരു ക്രെഡിറ്റ് യൂട്ടിലൈസേഷൻ റേഷ്യോ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ ഒരു ക്രെഡിറ്റ് യൂട്ടിലൈസേഷൻ കണ്ടെത്താനുള്ള ഫോർമുല എന്ന് പറയുന്നത് ടോട്ടൽ ഔട്ട്സ്റ്റാൻഡിംഗ് എമൗണ്ട് ഡിവൈഡഡ് ബൈ ടോട്ടൽ അവൈലബിൾ ക്രെഡിറ്റ് ലിമിറ്റ് ഇൻറ്റു 100 ആണ്. ഈ ഒരു ഫോർമുല ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ക്രെഡിറ്റ് യൂട്ടിലൈസേഷൻ റേഷ്യോ നമുക്ക് കണ്ടെത്താനായി സാധിക്കും. ഈ ഒരു ക്രെഡിറ്റ് യൂട്ടിലൈസേഷൻ റേഷ്യോ 30% ആയിട്ട് കീപ്പ് ചെയ്യുന്നതാണ് നല്ലത്. 30% ഉയർന്നു കഴിഞ്ഞാൽ നമ്മുടെ ക്രെഡിറ്റ് സ്കോറിനെ ഇത് ബാഡായിട്ട് എഫക്റ്റ് ചെയ്യും. അതായത് നമ്മളുടെ ടോട്ടൽ ക്രെഡിറ്റ് ലിമിറ്റിൽ 30% മാത്രം ഉപയോഗിക്കാനാണ് എക്സ്പെർട്സ് റെക്കമെൻഡ് ചെയ്യുന്നത്. നമ്മളുടെ ടോട്ടൽ അവൈലബിൾ ക്രെഡിറ്റ് ലിമിറ്റിൽ 30% കൂടുതൽ നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇത് നമ്മളുടെ ക്രെഡിറ്റ് സ്കോറിനെ ബാഡായിട്ട് എഫക്റ്റ് ചെയ്യും. അപ്പോൾ നമ്മളുടെ ക്രെഡിറ്റ് ലിമിറ്റ് പൂർണ്ണമായിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ക്രെഡിറ്റ് യൂട്ടിലൈസേഷൻ റേഷ്യോ ഉയരുകയും ഇത് നമ്മളുടെ ക്രെഡിറ്റ് സ്കോർ കുറയാനുള്ള വലിയൊരു കാരണമായിട്ട് മാറുകയും ചെയ്യും. സ്ഥിരമായിട്ട് നമ്മളുടെ ക്രെഡിറ്റ് ലിമിറ്റ് ഇങ്ങനെ പൂർണ്ണമായിട്ട് ഉപയോഗിക്കുകയും അതുമൂലം നമ്മുടെ ക്രെഡിറ്റ് യൂട്ടിലൈസേഷൻ റേഷ്യോ സ്ഥിരമായിട്ട് ഉയർന്നിരിക്കുകയും ചെയ്ത് കഴിഞ്ഞാൽ ഇത് നമ്മളുടെ ക്രെഡിറ്റ് സ്കോർ നെഗറ്റീവ് ആകാൻ വരെ കാരണമായിട്ട് മാറും. പിന്നെ ചിലർ വിചാരിക്കുന്നതാണ് ആദ്യം പറഞ്ഞതുപോലെ നമ്മളുടെ ക്രെഡിറ്റ് ലിമിറ്റ് പൂർണ്ണമായിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ബാങ്ക് നമ്മളുടെ ക്രെഡിറ്റ് ലിമിറ്റ് കൂട്ടിത്തരുമെന്നത്. ഇതൊരു തെറ്റായ കണ്ടെത്തലാണ്. നമ്മളുടെ ക്രെഡിറ്റ് കാർഡിലെ ലിമിറ്റ് പൂർണ്ണമായിട്ട് ഉപയോഗിക്കുമ്പോൾ ബാങ്ക് കയറുന്നത് നമ്മൾ ഫൈനാൻഷ്യലി അല്പം മോശം അവസ്ഥയിലാണ്. അതുകൊണ്ടാണ് നമ്മളുടെ ക്രെഡിറ്റ് കാർഡിലെ ലിമിറ്റ് പൂർണ്ണമായിട്ട് ഉപയോഗിക്കുന്നത്. കുറച്ചുകൂടി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ക്രെഡിറ്റ് കാർഡിൽ ഉപയോഗിച്ച എമൗണ്ട് തിരിച്ചടക്കാൻ സാധിക്കാത്ത ഒരു അവസ്ഥ വരെ വന്നേക്കാം. ഇങ്ങനെയൊക്കെയാണ് ബാങ്ക് വിലയിരുത്തുന്നത്. അതുകൊണ്ട് തന്നെ ഒരിക്കലും നമ്മുടെ ക്രെഡിറ്റ് കാർഡിലെ ലിമിറ്റ് പൂർണ്ണമായിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ക്രെഡിറ്റ് ലിമിറ്റ് ബാങ്കുകൾ ഉയർത്തി തരികയില്ല. പലപ്പോഴും സംഭവിക്കുന്നത് നമ്മളുടെ ക്രെഡിറ്റ് ലിമിറ്റ് കുറക്കുകയാണ് ചെയ്യുന്നത്. സോ ചുരുക്കി പറഞ്ഞാൽ നമ്മളുടെ ക്രെഡിറ്റ് കാർഡിലെ ലിമിറ്റ് നമ്മൾ പൂർണ്ണമായിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ക്രെഡിറ്റ് സ്കോർ നന്നായിട്ട് കുറയുകയും ഇങ്ങനെ സ്ഥിരമായിട്ട് കുറഞ്ഞിരുന്നു കഴിഞ്ഞാൽ പിന്നീട് നമ്മളൊരു നല്ലൊരു ലോണിന് എക്സാമ്പിളായിട്ട് ഇപ്പോൾ ഒരു വെഹിക്കിൾ ലോൺ അല്ലെങ്കിൽ ഒരു വീട് വെക്കാനുള്ള ഒരു ലോണിനൊക്കെ പോകുവാൻ നേരത്ത് നമ്മൾക്ക് കിട്ടാത്തൊരവസ്ഥ വരികയും ചെയ്യും. അതുകൊണ്ട് തന്നെ നമ്മുടെ ക്രെഡിറ്റ് കാർഡിലെ ലിമിറ്റ് പൂർണ്ണമായിട്ട് ഉപയോഗിക്കാതിരിക്കുക. എക്സ്പെർട്ട് ഒപ്പീനിയൻ അനുസരിച്ച് നമ്മുടെ ക്രെഡിറ്റ് കാർഡ് ലിമിറ്റിന്റെ 30% മാത്രം ഉപയോഗിക്കുന്നതാണ് എപ്പോഴും നല്ലത്. ഇങ്ങനെ നമ്മുടെ ക്രെഡിറ്റ് ലിമിറ്റിന്റെ 30% മാത്രം നമ്മൾ സ്ഥിരമായിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ക്രെഡിറ്റ് സ്കോർ കൂടുന്നതിന് ഇത് സഹായകരമാകും. ഇനി ക്രെഡിറ്റ് കാർഡ് ലിമിറ്റ് കുറവുള്ളവർക്ക് ഈ ഒരു 30% മാത്രം ഉപയോഗിക്കുക എന്നത് വളരെ ബുദ്ധിമുട്ടായിട്ട് തോന്നിയേക്കാം. അപ്പോൾ അങ്ങനെയുള്ളവർ ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അതെന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമതായിട്ട് അവർ ചെയ്യുന്നത് മൾട്ടിപ്പിൾ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിക്കുക എന്നതാണ്. നമ്മുടെ ഈ ഒരു ക്രെഡിറ്റ് യൂട്ടിലൈസേഷൻ റേഷ്യോ കണ്ടെത്താനുള്ള ഫോർമുല
നോക്കുകയാണെങ്കിൽ ടോട്ടൽ ഔട്ട്സ്റ്റാൻഡിംഗ് എമൗണ്ട് ഡിവൈഡഡ് ബൈ ടോട്ടൽ അവൈലബിൾ ക്രെഡിറ്റ് ലിമിറ്റ് ഇൻറ്റു 100 എന്നാണ്. അപ്പോൾ ടോട്ടൽ അവൈലബിൾ ക്രെഡിറ്റ് ലിമിറ്റ് ആണ് എടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് മൾട്ടിപ്പിൾ ക്രെഡിറ്റ് കാർഡ് ഉണ്ടെങ്കിൽ ആ ഒരു മൾട്ടിപ്പിൾ ക്രെഡിറ്റ് കാർഡിലെ ടോട്ടൽ ക്രെഡിറ്റ് ലിമിറ്റ് ആണ് എടുക്കുന്നത്. അതുപോലെ തന്നെ മൾട്ടിപ്പിൾ ക്രെഡിറ്റ് കാർഡിലെ ടോട്ടൽ ഔട്ട്സ്റ്റാൻഡിംഗ് എമൗണ്ടുമാണ് എടുക്കുന്നത്. അങ്ങനെ വരുമ്പോൾ കുറഞ്ഞ ക്രെഡിറ്റ് ലിമിറ്റ് ആണെങ്കിൽ കൂടി മൾട്ടിപ്പിൾ ക്രെഡിറ്റ് കാർഡ് ഉണ്ടെങ്കിൽ ടോട്ടൽ അവൈലബിൾ ക്രെഡിറ്റ് ലിമിറ്റ് എടുക്കുമ്പോൾ നമുക്ക് ഉയർന്ന ഒരു ക്രെഡിറ്റ് ലിമിറ്റ് ലഭിക്കുന്നു. ഇപ്പോൾ എക്സാമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് 50,000 രൂപ വീതം ക്രെഡിറ്റ് ലിമിറ്റ് ഉള്ള 2 ക്രെഡിറ്റ് കാർഡ് ഉണ്ടെങ്കിൽ ടോട്ടൽ അവൈലബിൾ ക്രെഡിറ്റ് ലിമിറ്റ് എടുക്കുമ്പോൾ അത് 1 ലക്ഷം രൂപയായിട്ട് മാറുന്നു. അപ്പോൾ നിങ്ങൾ മാസത്തിൽ ഒരു ക്രെഡിറ്റ് കാർഡിൽ മാത്രം 30,000 രൂപ ഉപയോഗിച്ചാലോ അല്ലെങ്കിൽ 2 ക്രെഡിറ്റ് കാർഡുകളിലായിട്ട് 15,000 വീതം ഉപയോഗിച്ചാലോ നിങ്ങളുടെ ടോട്ടൽ ഔട്ട്സ്റ്റാൻഡിംഗ് എമൗണ്ട് 30,000 രൂപയും അതുപോലെ തന്നെ ടോട്ടൽ അവൈലബിൾ ക്രെഡിറ്റ് ലിമിറ്റ് 1 ലക്ഷം രൂപയുമായിട്ട് മാറുന്നു. അപ്പോൾ അങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുവാൻ നേരത്ത് നിങ്ങളുടെ ക്രെഡിറ്റ് യൂട്ടിലൈസേഷൻ റേഷ്യോ 30% മെയിൻറ്റെയിൻ ചെയ്യാനായി സാധിക്കും. അപ്പോൾ ഇങ്ങനെ ക്രെഡിറ്റ് കാർഡ് ലിമിറ്റ് കുറവാണെങ്കിൽ കൂടി മൾട്ടിപ്പിൾ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിക്കുന്നതിലൂടെ പലരും ക്രെഡിറ്റ് യൂട്ടിലൈസേഷൻ റേഷ്യോ 30% മെയിൻറ്റെയിൻ ചെയ്യാറുണ്ട്. പിന്നെ പലരും ചെയ്യുന്ന മറ്റൊരു മാർഗ്ഗമാണ് ക്രെഡിറ്റ് കാർഡ് ബില്ല് വരുന്നതിന് മുമ്പ് തന്നെ ഉപയോഗിച്ചതിൽ മെജോറിറ്റി എമൗണ്ടും തിരിച്ചടക്കുന്നു. ഇങ്ങനെ അടക്കുവാൻ നേരത്ത് നമ്മൾ ബാക്കി അടക്കാനുള്ള എമൗണ്ടിനായിരിക്കും ബില്ല് ജനറേറ്റ് ആവുന്നത്. ആ ജനറേറ്റ് ആവുന്ന എമൗണ്ട് ആയിരിക്കും ബാങ്കുകൾ ക്രെഡിറ്റ് ബ്യൂറോയെ റിപ്പോർട്ട് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയും ക്രെഡിറ്റ് കാർഡ് ലിമിറ്റ് കുറവുള്ളവർ ഈ ഒരു ക്രെഡിറ്റ് യൂട്ടിലൈസേഷൻ റേഷ്യോ കുറച്ച് നിർത്താനായിട്ട് ശ്രമിക്കുന്നുണ്ട്. പിന്നെ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിക്കുന്നവർ നേരിടുന്ന മറ്റൊരു പ്രശ്നമാണ് ഉയർന്ന ക്രെഡിറ്റ് ലിമിറ്റ് ഉണ്ട്, അതുപോലെ തന്നെ അതിലെ എമൗണ്ട് കുറച്ചാണ് ഉപയോഗിക്കുന്നത്, എന്നിട്ടും ക്രെഡിറ്റ് യൂട്ടിലൈസേഷൻ റേഷ്യോ ഹൈ ആയിട്ട് നമ്മുടെ ക്രെഡിറ്റ് സ്കോർ കുറയുന്നു എന്നുള്ളത്. ഞാൻ പേഴ്സണലി ഈ ഒരു അവസ്ഥ നേരിട്ടിരുന്നു. ഇതിനുള്ള പ്രധാനപ്പെട്ട കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളുടെ ശരിയായിട്ടുള്ള ക്രെഡിറ്റ് ലിമിറ്റ് ആയിരിക്കില്ല ക്രെഡിറ്റ് ബ്യൂറോയിൽ അപ്ഡേറ്റ് ആയിരിക്കുന്നത്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മുടെ വീഡിയോയിൽ ഒരു കമൻറ്റ് വന്നത്, നമ്മുടെ ക്രെഡിറ്റ് കാർഡിൽ മാക്സിമം നമ്മൾ ഉപയോഗിക്കുന്ന ആ ഒരു എമൗണ്ട് എത്രയാണ് ആ ഒരു എമൗണ്ട് ആയിരിക്കും ക്രെഡിറ്റ് ബ്യൂറോയിൽ മാക്സിമം ലിമിറ്റ് ആയിട്ട് അപ്ഡേറ്റ് ആകുന്നത്. അപ്പോൾ അതിൻ്റെ ബേസിലായിരിക്കും ക്രെഡിറ്റ് യൂട്ടിലൈസേഷൻ റേഷ്യോ വരുന്നത്. ആ ഒരു കമൻറ്റ് കണ്ടപ്പോൾ ആ ഒരു മെത്തേഡ് ഞാൻ ട്രൈ ചെയ്തു. ആ ഒരു മെത്തേഡ് എന്തായാലും വർക്കൗട്ട് ആയി. എൻ്റെ ഒരു ഫ്രണ്ടിന് കുറച്ച് എമൗണ്ട് ആവശ്യമായിട്ട് വന്നപ്പോൾ ഞാൻ എൻ്റെ ക്രെഡിറ്റ് കാർഡിൽ നിന്നും എടുത്ത് നൽകി. അങ്ങനെ എൻ്റെ ആ ഒരു മാസത്തെ ടോട്ടൽ ഔട്ട്സ്റ്റാൻഡിംഗ് എമൗണ്ട് വന്നത് ഏകദേശം 2,45,000 രൂപയായിരുന്നു. അപ്പോൾ ഒരു മാസം കഴിഞ്ഞപ്പോൾ തന്നെ ക്രെഡിറ്റ് ബ്യൂറോയിൽ ഈ ഒരു മാക്സിമം ഉപയോഗിച്ച എമൗണ്ട് അപ്ഡേറ്റ് ആയി. ഈ ഒരു 2,45,000 സംതിങ് എന്നുള്ള എമൗണ്ട് ക്രെഡിറ്റ് ബ്യൂറോയിൽ അപ്ഡേറ്റ് ആയി. അപ്പോൾ അങ്ങനെ അപ്ഡേറ്റ് ആയി കഴിഞ്ഞപ്പോൾ ആ ഒരു മാക്സിമം യൂസ് ചെയ്ത എമൗണ്ടിനെ ഡിപ്പെൻഡ് ചെയ്താണ് പിന്നീട് നമ്മുടെ ക്രെഡിറ്റ് യൂട്ടിലൈസേഷൻ റേഷ്യോ നിർണ്ണയിക്കുന്നത്. അപ്പോൾ എൻ്റെ മന്ത്ലി ഒരു നോർമൽ എക്സ്പെൻസ് വരുന്നത് ഏകദേശം 50,000-60,000 രൂപയാണ്. അപ്പോൾ 2,45,000 രൂപ മാക്സിമം ലിമിറ്റ് ഉണ്ട്. അതിൽ ഒരു 60,000 രൂപ 50,000 രൂപയൊക്കെ മന്ത്ലി ഉപയോഗിച്ച് കഴിഞ്ഞാൽ എൻ്റെ ക്രെഡിറ്റ് യൂട്ടിലൈസേഷൻ റേഷ്യോ 30% താഴെയായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് എനിക്ക് സാധിക്കുന്നുണ്ട്. ഞാൻ എൻ്റെ ക്രെഡിറ്റ് റിപ്പോർട്ട് കാണിച്ചു തരാം. ഇപ്പോൾ അപ്ഡേറ്റ് ആയിരിക്കുന്നത് സിബിലിലാണ്. എക്സ്പീരിയനിൽ ഇത് അപ്ഡേറ്റ് ആയിട്ടില്ല. എക്സ്പീരിയനിൽ ഇപ്പോൾ ലാസ്റ്റ് അപ്ഡേറ്റ് ആയിരിക്കുന്നത് മെയ് 31-നാണ്. അപ്പോൾ എൻ്റെ ലേറ്റസ്റ്റ് ആ ഒരു മാക്സിമം യൂസ്ഡ് ലിമിറ്റ് ഈ ഒരു എക്സ്പീരിയനിൽ അപ്ഡേറ്റ് ആയിട്ടില്ല. കാരണം എക്സ്പീരിയനിലും സിബിലിലും ഈ ഒരു ഫൈനാൻഷ്യൽ ഓർഗനൈസേഷൻ റിപ്പോർട്ട് ചെയ്യുന്ന ആ ഒരു ടൈം ഇൻ്റർവെൽ ഡിഫറൻ്റ് ആയിരിക്കും, ഒരുമിച്ചല്ല റിപ്പോർട്ട് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു കാലതാമസമാണ്. ഇപ്പോൾ ഇതിൽ ഈ ഒരു എക്സ്പീരിയൻ ക്രെഡിറ്റ് റിപ്പോർട്ട് നോക്കുകയാണെങ്കിൽ അറൗണ്ട് 54% ക്രെഡിറ്റ് ലിമിറ്റ് കാണിച്ചിരിക്കുന്നത്, അവൈലബിൾ ക്രെഡിറ്റ് ലിമിറ്റ് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ എനിക്ക് എൻ്റെ ഈ ഒരു ക്രെഡിറ്റ് യൂട്ടിലൈസേഷൻ റേഷ്യോ ഹൈ ആണ്. അതുകൊണ്ട് തന്നെ അവിടെ ഒരു റെഡ് കളറിൽ കാണിച്ചിട്ടുണ്ട്. റെഡ് അല്ല, ഒരു ഓറഞ്ച് കളറിലാണ് അത് കാണിച്ചിരിക്കുന്നത്. ഫെയർ എന്നൊരു റിമാർക്കാണ് അവരവിടെ കൊടുത്തിരിക്കുന്നത്. പകരം സിബിൽ എടുത്ത് നോക്കുകയാണെങ്കിൽ സിബിലിൽ എൻ്റെ ഈ ഒരു മാക്സിമം യൂസ്ഡ് എമൗണ്ട് അപ്ഡേറ്റ് ആയിട്ടുണ്ട്. സിബിലിൽ ലിമിറ്റ്സ് നോക്കുകയാണെങ്കിൽ 83% ഓഫ് യുവർ ക്രെഡിറ്റ് ലിമിറ്റ് അവൈലബിൾ ആണ്. അത് ഓപ്പൺ ചെയ്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാം. ഞാനിപ്പോൾ മാക്സിമം യൂസ്ഡ് 2,45,611 അപ്ഡേറ്റ് ആയിട്ടുണ്ട്. ലാസ്റ്റ് അപ്ഡേറ്റ് അത് ജൂൺ 30-നാണ്. അപ്പോൾ അത്രയും വലിയൊരു എമൗണ്ട് അപ്ഡേറ്റ് ആയിരിക്കുന്നത് കൊണ്ട് തന്നെ എൻ്റെ നോർമൽ യൂസ് 50,000-60,000 രൂപയാണ്. അപ്പോൾ എൻ്റെ അവൈലബിൾ ക്രെഡിറ്റ് ലിമിറ്റ് 83% ഉണ്ട്. അപ്പോൾ എൻ്റെ ക്രെഡിറ്റ് യൂട്ടിലൈസേഷൻ റേഷ്യോ കുറവാണ്. അങ്ങനെ എൻ്റെ ക്രെഡിറ്റ് യൂട്ടിലൈസേഷൻ റേഷ്യോ കുറഞ്ഞിരിക്കുന്നത് കൊണ്ട് തന്നെ ഇപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ റിമാർക്സ് ആയിട്ട് ഗുഡ് ആണ് കൊടുത്തിരിക്കുന്നത്. ഈ ഒരു സിബിൽ റിപ്പോർട്ട് നോക്കുകയാണെങ്കിൽ എല്ലാം ഗ്രീൻ മാർക്കാണ് കൊടുത്തിരിക്കുന്നത്. പെർഫെക്റ്റ് ആണ് പേയ്മെൻറ്റ്. 54-54 കറക്റ്റ് ടൈമിലാണ്. ലിമിറ്റ് ഗുഡാണ്. 83% ക്രെഡിറ്റ് ലിമിറ്റ് അവൈലബിൾ ആണ്. യൂട്ടിലൈസേഷൻ റേഷ്യോ കുറവാണ്. പിന്നെ അക്കൗണ്ട് നോക്കുകയാണെങ്കിൽ പെർഫെക്റ്റ് ആണ്. 2 ആക്റ്റീവ് 1 ക്ലോസ്ഡ്. പിന്നെ പ്രൊഫൈൽ നോക്കുകയാണെങ്കിൽ ഗുഡാണ്. പിന്നെ ഏജ് നോക്കുകയാണെങ്കിൽ അതും ഏകദേശം ഒരു 2.5 വർഷത്തോളമായി എൻ്റെ ക്രെഡിറ്റ് കാർഡൊക്കെ എടുത്തിട്ട്. അപ്പോൾ അതും ഓക്കെയാണ്. പിന്നെ എൻക്വയറീസും പെർഫെക്റ്റ് ആണ്. അപ്പോൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ മൊത്തം ഗ്രീൻ ആയിട്ടാണ് കിടക്കുന്നത്. എക്സ്പീരിയൻസ് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഈ ഒരു ലിമിറ്റ് മാത്രം ഇഷ്യൂ ഉണ്ട്. ലിമിറ്റ് ഈ പറഞ്ഞ പോലെ അപ്ഡേറ്റ് ആയില്ല. ആ ഒരു പ്രശ്നം മാത്രമാണ്. അപ്പോൾ ഉയർന്ന ക്രെഡിറ്റ് ലിമിറ്റ് ഉണ്ട്, കുറവ് എമൗണ്ട് മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ. എന്നിട്ടും ഈ ഒരു ക്രെഡിറ്റ് റിപ്പോർട്ടിലെ ഈ ഒരു ക്രെഡിറ്റ് യൂട്ടിലൈസേഷൻ റേഷ്യോ ഉയർന്നാണ് ഇരിക്കുന്നതെങ്കിൽ ഈ
രീതിയിൽ വലിയൊരു എമൗണ്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ആ ഒരു എമൗണ്ട് മാക്സിമം യൂസ്ഡ് ലിമിറ്റ് ആയിട്ട് അപ്ഡേറ്റ് ആയി കഴിഞ്ഞാൽ ആ ഒരു പ്രശ്നം നമുക്ക് പരിഹരിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമാണെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായാൽ മറക്കാതെ ലൈക്ക് നൽകുക. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ മറ്റൊരു ടോപ്പിക്കുമായി കണ്ടുമുട്ടാമെന്ന പ്രതീക്ഷയോടുകൂടി